വെൽക്കം ടു ഡോക്ടർ ഷാനീസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഡ്രിങ്കുമായിട്ടാണ്. ഒരു ഇഫ്താർ ഡ്രിങ്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് കാണുമ്പോൾ പച്ച കളർ റോസ് കളറിലൊക്കെ ഇരിക്കുന്നു, പക്ഷേ എന്താണ് ഇതിൻ്റെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് എന്ന് നിങ്ങൾക്ക് കുടിച്ചാൽ പോലും ഒരുപക്ഷെ മനസ്സിലാകില്ല. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നേന്ത്രപ്പഴമാണ്. നേന്ത്രപ്പഴം വെച്ച് ഇത്ര ടേസ്റ്റി ആയിട്ടൊരു ഷേക്ക് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും. അത്ര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നിങ്ങളെല്ലാവരും ഇത് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്യണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. നമുക്കിനി എങ്ങനെയാണ് ഈ ഷേക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നതിന് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നേന്ത്രപ്പഴമാണ്. നന്നായി പഴുത്ത ഒരു നേന്ത്രപ്പഴമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഞാൻ ചെറുതായിട്ട് ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കട്ടിയാക്കിയ പാലാണ്. പിന്നെ ഒരു അല്പം മിൽക്ക് മെയ്ഡ്, കൂടെ മധുരത്തിന് ആവശ്യമായ പഞ്ചസാരയും. ഇത് കുറച്ച് സബ്ജ സീഡ്സ് ആണ്. ഇത് കസ്കസ് അല്ലെങ്കിൽ സബ്ജ സീഡ്സ്. ഇത് നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും മേടിക്കാൻ കിട്ടും. ഇത് ഒരു സ്പൂൺ സബ്ജ സീഡ്സ് നമ്മൾ ഒരു ബൗൾ നിറച്ച് വെള്ളമെടുത്ത് അതിലൊരു 15 മിനിറ്റ് കുതിർത്ത് വെച്ചതാണ്. ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ബോൾ പോലെ ഇതുപോലെ ഇങ്ങനെ വീർത്ത് വരും. ഇത് ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ടെങ്കിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇത് ഉപയോഗിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലുള്ള എസൻസ് ആണ്, ഫ്ലേവറിന് വേണ്ടി ഉപയോഗിക്കുന്ന. ഇത് പിസ്ത എസൻസ് ആണ്. അതുപോലെ തന്നെ സ്ട്രോബെറി എസൻസ്, പല ഫ്ലേവറിലുള്ള എസൻസ് നമുക്ക് മേടിക്കാൻ കിട്ടും. ഇത് ഒരു 2-3 ഡ്രോപ്പ് നമ്മൾ ഈ ഷേക്കിൽ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു കളറ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്കിനി എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്കിനി ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഈ പഴം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി പഴുത്ത പഴം തന്നെ എടുക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കട്ടയാക്കിയ പാലാണ്. ഞാനിവിടെ 2 സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഞാനിവിടെ എടുത്തിരിക്കുന്ന പിസ്ത എസൻസ് ആണ്. ഒരു 2 ഡ്രോപ്പ് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. നമുക്കിനി ഇതെല്ലാം കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നമ്മുടെ ഡ്രിങ്ക് ഇവിടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി കളറും കിട്ടിയിട്ടുണ്ട്. ആ പിസ്ത എസൻസിൻ്റെ നല്ല ഗ്രീൻ കളറ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്കാണ്. നമുക്കിനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മളൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം. 1-2 സ്പൂൺ മതി. നമുക്കിനി ഈ ഡ്രിങ്ക് ഇതിലേക്ക് ഒഴിക്കാം. സ്പൂൺ വെച്ച് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഒരല്പം സബ്ജ സീഡ്സ് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഡെക്കറേഷന് വേണ്ടി കുറച്ച് നട്ട്സ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൽമണ്ട്സ് ആണിത്. ഒരല്പം നമുക്ക് ഇതിൻ്റെ മുകളിൽ വിതറി കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇഫ്താർ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഇഫ്താറിന് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ്. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. കാരണം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നുമാണ് ഈ ടേസ്റ്റി ഡ്രിങ്ക്. ഞാനിവിടെ 2 ഫ്ലേവറിൽ ചെയ്തിട്ടുണ്ട്. ഒന്ന് പിസ്ത, അതുപോലെ തന്നെ സ്ട്രോബെറി വെച്ച്. രണ്ടും വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ തീർച്ചയായും ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ watching my video.